മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ആരോപണം ഉന്നയിച്ച ഷോൺ ജോർജിനെതിരെ കേസ്. വീണ നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് കേസെടുത്തത്. കനേഡിയൻ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിലാണ് നടപടി. ആരോപണം ഉന്നയിച്ച ഓൺലൈൻ മാധ്യമത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. അഞ്ജു ജയപ്രകാശ് നൽകും വിവരങ്ങൾ. അഞ്ജു, എന്തായിരുന്നു വീണയുടെ പരാതിയിലെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ? എപ്പോഴാണ് ഷോൺ ജോർജിനെതിരെ കേസെടുത്തത്? വിനീത, മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ച ഷോൺ ജോർജിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വീണ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം സൈബർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ തരത്തിൽ പല മാധ്യമങ്ങളിലും വിഷയമായി വന്നിട്ടുണ്ടായിരുന്നു. ഒരു കനേഡിയൻ കമ്പനി വീണ തുടങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ആദ്യം അത് മറുനാടൻ മലയാളിയായിരുന്നു വാർത്തയാക്കിയിട്ടുണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെ പല മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ മറുനാടൻ മലയാളിയിൽ വന്ന വാർത്ത എടുത്തിട്ടാണ് ഈ ഷോൺ ജോർജ് തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ പോസ്റ്റ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വീണ സൈബർ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമത്തിനെതിരെയും, അതായത് മറുനാടൻ മലയാളിക്കെതിരെയും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് വീണ ഇപ്പോൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒപ്പം തന്നെ വ്യാജരേഖകൾ ചമച്ചാണ് ഈ ആരോപണം ഉന്നയിച്ചതെന്നും വീണ പരാതിയിൽ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് വീണയ്ക്കെതിരെ കനേഡിയൻ കമ്പനിയുടെ ഒരു ആരോപണം ഉയർന്നു വന്നത്. ആ പശ്ചാത്തലത്തിൽ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വിനീത. ശരി, അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.